ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു നോർത്ത് ഇന്ത്യൻ മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ട് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീര റൈസ് അല്ലെങ്കിൽ പൊറോട്ട ഇതിനൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായി കാണുക. ഉണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ ടീസ്പൂൺ വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ നമ്മൾ മുട്ട പുഴുങ്ങാനിടുമ്പോൾ മുട്ട പൊട്ടിപ്പോകുന്ന ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പം നമ്മൾ വിനാഗിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ ഇങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അത് സഹായിക്കും. അതിനാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തത്. ടിപ്പാണിത്. മുട്ട വേകുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു 3 സവോള ഇങ്ങനെ റഫലി ചോപ്പ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നമുക്കിതുപോലെ റഫായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ ഒരു 10 അല്ലിയോളം 10-15 അല്ലി വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 തക്കാളിക്കയും ഇതുപോലെ കണ്ണുഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളിക്കയും അതുപോലെ ഒന്ന് നമുക്ക് റഫ്ലി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് റഫ്ലി ചോപ്പ് ചെയ്തിട്ടെടുക്കാം. തക്കാളിക്കെല്ലാം ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടീസ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയാണ് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഒനിയൻ നമ്മൾ സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. സവോളയുടെ കളറ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. എന്നാൽ ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് വരെ നമുക്ക് സവോള ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വേകാൻ അനുവദിക്കണം സവോള. ഇത് കണ്ടോ, ഇപ്പോൾ സവോളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ പരുവാകുമ്പോൾ നമുക്കിനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയുടെ മല്ലിപ്പൊടി മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കയ്യിൽ നിന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം നമുക്കൊന്ന് തളിച്ച് കൊടുക്കണം. എന്നിട്ട് തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. നമുക്ക് അല്പസമയത്തൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. സമയത്ത് വേണമെങ്കിൽ നമുക്കതിലേക്ക് അല്പം ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം. കറിക്ക് വേണ്ടുന്ന ഉപ്പ് നമുക്ക് ഇപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അത് ഒരു തണുത്ത വെള്ളത്തിലേക്ക് നമ്മുടെ മുട്ടയൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. മുട്ട ചിലപ്പോൾ ചൂടോടുകൂടി നമുക്ക് ഇതിന് തോട് കളയാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും തണുത്ത വെള്ളത്തിലേക്ക് തന്നെ മുട്ടയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പൊട്ടിക്കഴിയുമ്പോഴേക്കും മുട്ടയുടെ ഈ മെമ്പറൈനകത്തേക്ക് നമ്മൾ ഈ തണുത്ത വെള്ളം ചെല്ലുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. അത് വേറൊരു ടിപ്പാണ്. നമുക്ക് മുട്ട നന്നായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റിയൊരു ടിപ്പാണിത്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. നല്ലൊരു പേസ്റ്റാക്കി നമുക്കിത് അരച്ചെടുക്കണം. തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട നമുക്ക് പൊളിച്ചെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോട് കളഞ്ഞെടുക്കാൻ പറ്റും. ഒട്ടും മുട്ടയൊന്നും പൊളിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ ചൂടോടെ ചിലപ്പോൾ മുട്ട പൊളിക്കുമ്പോൾ മുട്ടയെ നമുക്ക് ശരിക്കും ഈവനായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റാത്തിരിക്കുന്നൊരവസ്ഥയുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടയുടെ തോട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇത്. ഇനി നമുക്ക് നമ്മളുടെ ഈ മസാല നമുക്കൊന്ന് അരച്ചെടുക്കാം. തണുത്ത് കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ 2-3 ടീസ്പൂൺ എണ്ണ ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുട്ടയുടെ തൊലിയെ കളഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, മുട്ട നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ അതിൻ്റെ മേലിൽ വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ മുകൾ ഭാഗത്ത് ഒരു തിക്നെസ് ഉണ്ടാകും. അത് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് മുട്ടയുടെ മുകൾ വശം വേണമെങ്കിലൊന്ന് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇത് മുട്ടയൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി നമ്മൾ ബ്രൗൺ ആക്കേണ്ട. ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മുട്ടയ്ക്ക് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറും അല്പം വേണമെങ്കിൽ ശകലം മഞ്ഞൾ പൊടിയൂട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയ്ക്ക് നല്ലൊരു കളർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ കുറവാണെന്ന് വരികിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്ര എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മസാല നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് വെള്ളവും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ തിക്നെസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഇതിനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് തിക്നെസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ തിക്നെസ്സാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇടുമ്പോൾ സൂക്ഷിച്ച് ആഡ് ചെയ്യുക. ഞാൻ അന്നേരം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് നമുക്ക് ഗ്രേവി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് അല്പം ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മുട്ടക്കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റിയാണ്. നമ്മൾ നാടൻ മുട്ടക്കറികളൊക്കെ കഴിച്ച് നമുക്കൊരു ബോറാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അല്ല പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റും, ചപ്പാത്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ ചോറിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ വീണ്ടും ഞാൻ പറയുകയാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.